നമ്മൾ വന്ന ഉടനെ ചെയ്യ് 5-6 ടേക്ക് ഒറ്റയടിക്ക് പോകണം. അപ്പോൾ ഈ ആക്ടേഴ്സിന് സമയം കൊടുക്കാറില്ല എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ദിലീഷേട്ടൻ പറഞ്ഞ വളരെ വളരെ കറക്റ്റ് തന്നെയാണ്. ഞാൻ കുറച്ച് ചൂസിയാണ് എനിക്ക് കിട്ടുന്ന വർക്കിൽ. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ, ഇമോഷണൽ ചീറ്റിങ്ങിന്റെ ഒരു ഘട്ടത്തിനൊക്കെ എങ്ങനെ ഇത് പറഞ്ഞ ഇത് കേട്ടാ തോന്നും ആദ്യമായിട്ട് ഇത്തിരി നേരം മാത്രമാണ് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ ഗ്ലോറിഫൈ ചെയ്തെന്നൊക്കെ പോലെ തോന്നും. സിറിൻ ഇങ്ങനത്തെ ഐറ്റം എടുക്കാത്തതാണല്ലോ എന്നാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യം പുള്ളിക്ക് ഇപ്പോഴും സിനിമയോട് അത്രയ്ക്കും കൊതിയാണ്. ഒരു മാറാത്ത കൊതിയാണ്. ഇറ്റ്സ് ലൈക്ക് ഗ്രീഡ്. ഇറ്റ്സ് എ സീൻ ഓഫ് വണ്ടർ ഫോർ മീ. അതെത്ര ആ ക്ലിപ്പ് നോക്കി പഠിച്ചാലും ആർക്കും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വന്തന്മാടെയും അംബേദ്കറും ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ നമ്മൾ ക്ലാസ്സിലെല്ലാവരും വിചാരിച്ചു ഹൗ ഇസ് ഇറ്റ് പോസിബിൾ. ഈ 2 പടവും ഒരേ സമയത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. ഇനി എനിക്കൊരു കാര്യം എന്നെക്കുറിച്ച് മനസ്സിലായി. ഈ അറ്റ് എ ടൈം ഒരു പടം കൊണ്ടുപോയാൽ മതി. എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കാം? അത് യൂഷ്വലി ആ ഒരു സപ്പോർട്ടിങ് ഫീമെയിൽ ക്യാരക്ടർ ആയിരിക്കും, ബിക്കോസ് ഓഫ് ദ ഹോൾ പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ് ആൻഡ് ഓൾ. ആദ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് എൻ്റെ പേരൻസിന് ഏറ്റവും വലിയ ഷോക്കായിരുന്നു ആ മൊമെന്റ്. അനുശ്രീയുടെ ക്യാരക്ടർ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എനിക്ക് ആ കംഫർട്ട് എന്തായാലും വരാൻ പോകില്ല. എനിക്കൊരു ലിസ്റ്റ് ഉണ്ട് ഡയറക്ടേഴ്സ് ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യണം എന്നൊരാഗ്രഹം കൂടെ. അതും ഞാൻ ശരിക്കും ഫാക്ടർ ചെയ്യാറ്. ഹായ്, റിപ്പോർട്ടർ ഫിലിംസിനൊപ്പം ചേരുന്നത് സെറിൻ ഷിഹാബാണ്. സ്വാഗതം. താങ്ക് യു ഫോർ ഹാവിങ് മീ. അപ്പം ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ ഒരുപാട് നാളായിട്ട് സെറിന്റെ വർക്ക് ഒക്കെ കാണുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് നാളായി ഇന്റർവ്യൂ ഒന്ന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിപ്പോ ഈ അടുത്ത് കണ്ടതിൽ തന്നെ നമുക്ക് അതിരടിയിൽ നിന്ന് സംസാരിച്ചു തുടങ്ങാന്ന് വിചാരിച്ചിരുന്നു. ഞങ്ങൾ എല്ലാവരും സിനിമ കാണാൻ പോയ സമയത്തും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ സിനിമനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം വരും, സെറിൻ ഇങ്ങനത്തെ ഐറ്റം എടുക്കാത്തതാണല്ലോ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിരുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സെറിന് അത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അതാണോ അത് ചൂസ് ചെയ്യാനുള്ള കാരണം? അതെ ശരിക്കും. പിന്നെ ഡയറക്ടർ ഇത് നറേഷൻ അരുൺ അനിരുദ്ധൻ അത് നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടിരുന്നു. ഈ രണ്ട് ഫെസ്റ്റിവലിൽ നമ്മൾ ക്ലാഷ് ചെയ്യുമ്പോൾ, ഒന്ന് ഉത്സവം, മറ്റേത് കോളേജ് ഫെസ്റ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് പോകുന്നത്, രസകരമായ ഒരു രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പടത്തിന്റെ മീറ്റർ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ക്യാരക്ടറിന്റെ ഒരു മീറ്ററും എനിക്ക് ശരിക്കും വർക്കായി. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും ഒരു സട്ടിൽ രീതിയിലാണ് അവരുടെ പെർഫോമൻസും സംസാരവും മാനറിസും സ്വഭാവവും എല്ലാം ഒരു സട്ടിൽ രീതിയിൽ പോകുന്നതാണ്. പക്ഷെ വരദ ആണ് ആദ്യമായിട്ട് എല്ലാം വെട്ടി തുറന്നു പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ഫിൽറ്ററും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാത്തൊരു ഒരു സ്ത്രീയാണ്. അതെനിക്ക് കുറച്ച് ഫ്രഷ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് കയറിയത്. പിന്നെ ഇത് പറഞ്ഞ പോലെ തൊട്ട് മുൻപ് ചെയ്തത് പേട്രിയറ്റിലുള്ള ഒരു വേഷമാണ്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഭയങ്കര ഒരു സ്റ്റാർക്ക് ഡിഫറൻസ് തോന്നുന്നതും, പേട്രിയറ്റിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരാള് പെട്ടെന്ന് വന്നിട്ട് ഇവിടത്തെ വളരെ ഒരു സ്ഥലത്ത് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും പിന്നെ പക്ക തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ഒരു അതിന് നല്ലൊരു കോൺട്രാസ്റ്റ്. കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. ഈ 2 പടവും ഒരേ സമയത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. ഇനി എനിക്കൊരു കാര്യം എന്നെ കുറിച്ച് മനസ്സിലായി. ഈ അറ്റ് എ ടൈം ഒരു പടം കൊണ്ടുപോയാൽ മതി. 2 കൊണ്ടുപോകാനുള്ള ഒരു എക്സ്പീരിയൻസും ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഒരു പുൾ ഓഫ് ചെയ്യുന്നതും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ. അത്രയ്ക്കൊന്നും എനിക്ക് ആയിട്ടില്ല തോന്നിയിട്ടുണ്ട്. സോ ഇനി അറ്റ് എ ടൈം 1 ഫിലിം ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ. ഓക്കെ. ഇപ്പം ഇങ്ങനെ തിലോത്തമ ഷോമൊക്കെ ഒരു സമയത്ത് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് മറ്റേ മൺസൂൺ വെഡിങ്ങിലൊക്കെ ഒരു വേഷം ചെയ്ത സമയത്ത് പിന്നീട് അങ്ങനെ ഒരുപാട് നാൾ അങ്ങനത്തെ പടങ്ങളിലൊക്കെ കാസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെയാണ് മറ്റേ കൊങ്കണ സെൻ ശർമ്മേന്റെ ഒരു പടത്തില് ലവ് സ്റ്റോറീസിൽ വരുന്ന സമയത്താണ് ഇവരുടെ ഒരു അപ്പർ ക്ലാസ് ബൈബിളിൽ ഒരു സ്ത്രീ ആയിട്ട് കാണിക്കുന്നത്. അതുവരെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വേഷങ്ങളൊക്കെ ഉള്ളതെന്ന്. അപ്പം സെറിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഫീൽ ഇല്ല. ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇപ്പൊ ഈ കുട്ടന്റെ വരതയായിട്ട് വരുന്നത് വരെ കഥാപാത്രങ്ങൾക്കൊക്കെ എവിടെയോ ഒരു മീറ്റർ
സാമ്യം ഉണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടായിരുന്നോ അവള് ചെയ്ത ഉം, സമയത്ത്? ഞാൻ കുറച്ച് ചൂസിയാണ് ആ. എനിക്ക് കിട്ടുന്ന വർക്കിൽ. അത് സെയിം ടൈപ്പ് ജോണ്ടർ ആയാലും കുഴപ്പമില്ല. ഈ സെയിം ടൈപ്പ് ക്യാരക്ടറിൽ എനിക്ക് കൊണ്ടുവരാവുന്ന വേരിയേഷൻസ് ഉം, ഉം. അതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ആ. അപ്പോൾ ഞാൻ മാക്സിമം ആ എന്താണ് ആ വേരിയേഷൻ കൊണ്ടുവരാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഉം. എപ്പോഴും എല്ലാ സിനിമകളിലും നമുക്കത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇല്ലായിരിക്കാം. ഉം. അത് പല പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ ആ ലിമിറ്റേഷൻസ് നോക്കി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത പ്രോജക്റ്റ് എല്ലാം ചൂസ് ചെയ്യുന്നത്. എനിക്ക് ഉം. എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടോ, അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ, പിന്നെ എനിക്ക് ആ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹവും ഞാനത് അക്കൗണ്ട് ചെയ്യാറുണ്ട്, അത് ആ. ഫാക്ടർ ചെയ്യാറുണ്ട്. അത് ശരിക്കും വലിയൊരു ഫാക്ടറാണ്. എൻ്റെ എനിക്കൊരു ലിസ്റ്റ് ഉണ്ട് ഈ ആണോ? ഡയറക്ടേഴ്സ് ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യണം ആ. എന്നൊരാഗ്രഹം കൂടെ, അതും ഞാൻ ശരിക്കും ഫാക്ടർ ചെയ്യാറുണ്ട്. അതിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ പെട്ടെന്ന് ഓർത്ത് പറയാനാണെങ്കിൽ? അതിൽ ഓഫ് കോഴ്സ് വിശാൽ ഭരദ്വാജ് ഉണ്ട്, ഓക്കെ. മഹേഷ് നാരായണനുണ്ട്, അത് ടിക്ക്. പിന്നെ കോങ്കണ സെന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഓക്കെ, ആഗ്രഹമുണ്ട്, മേഘ്ന ഗുൽസാർ, പിന്നെ സുധാ കൊങ്കാര, ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പം ഇതിനകത്ത് ഒരുപാട് ഫീമെയിൽ ഡയറക്ടേഴ്സിന്റെ പേര് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഇപ്പൊ B32 മുതൽ 42, 44 വരെ എന്നുള്ള സിനിമയില് നമ്മള് വളരെ എന്താ പറയാ അതിനകത്തുള്ള സാറിന്റെ ക്യാരക്ടർ ഡീൽ ചെയ്തൊരു വിഷയവും നമ്മളൊരു ബ്രസ്റ്റ് സൈസിനെ പറ്റിയിട്ടൊക്കെ എൻ്റെ ഒരു സിനിമയിൽ പല പല രീതിക്ക് അതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ സാറിന്റെ ക്യാരക്ടർ നേരിടുന്ന ഒരു സംഭവം അത് പലരും നേരിടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആരും അതിനെ പറ്റിയിട്ട് ആരും അതിനൊരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും നമ്മൾ എവിടെയെങ്കിലും അത് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതേപോലെ ഇപ്പം എനിക്ക് ഈ ശ്രുതി ശരണത്തിന്റെ ഒരു സിനിമയിൽ വർക്ക് ചെയ്ത സമയത്തും ഇപ്പോൾ ഉള്ള വർക്ക് ചെയ്ത സമയത്ത് ശരിക്കും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫീമെയിൽ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അതിനൊരു എൻ്റയർ സെറ്റിലാണെങ്കിൽ അല്ല ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ക്യാമറയുടെ ഒരു ലെൻസിങ്ങും ആ ഒരു ഫീമെയിൽ ഗേസിന് ശരിക്കും സംതിങ് ഡിഫറെന്റ് അബൌട്ട് ഇറ്റ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ ലിസ്റ്റിൽ കുറെ ഫീമെയിൽ ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ അവര് ഫീമെയിൽ ഡയറക്ടേഴ്സ് ആയിട്ടല്ല, ഐ സീ ദം ആസ് ഡയറക്ടേഴ്സ്. പിന്നെ ഈ ജെൻഡറിന്റെ കാര്യം സംസാരിക്കുമ്പോൾ യു ഹാവ് ടു അക്നോളജ് ഇറ്റ് ഓൾസോ, നോ. കാരണം ഇത്രയും നാളുകൾ എന്താണ് സിനിമ ആസ് എൻ ഇൻഡസ്ട്രി നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പരിചയം ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ എന്നാലും എന്താണ് സ്ത്രീകൾക്ക് അതിലുള്ള സ്പേസ് ഇപ്പോഴും ഇറ്റ്സ് സ്റ്റിൽ വെരി പുവർ ഐ ഫീൽ. എന്തായാലും ഇംപ്രൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല ഈ മാറ്റങ്ങൾ നടക്കുന്നത്, അത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നടന്നിരുന്നെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പം ഇത് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മള് പേട്രിയറ്റ് പോലെ ഒരു സിനിമന്റെ കാര്യം അത് പലപ്പോഴും അതിനിപ്പോ ഈ അടുത്തൊക്കെ ഒരുപാട് ഇന്റർവ്യൂസിൽ സംസാരിച്ചതും പേട്രിയറ്റ് സിനിമയെ പറ്റിയിട്ടാണ്. അപ്പം അതിനകത്ത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ട് പല ക്യാരക്ടേഴ്സ് ഉള്ള സമയത്ത് തന്നെ സ്ക്രീൻ സ്പേസ് വളരെ അധികം ഇല്ല അതിനകത്തുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ്. പക്ഷെ അതിനകത്ത് നോക്കുന്ന സമയത്ത് സെറിന്റെ ക്യാരക്ടറിന് അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. വളരെ കുറച്ച് സമയം വരുന്ന രേവതിയുടെ ക്യാരക്ടറിനുണ്ട്. നയൻതാര വളരെ കുറഞ്ഞ ഷോട്ടുകളിൽ വരുന്നു, പക്ഷെ അവർക്കൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ ദർശനയുടെ ക്യാരക്ടറിനും അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയും എഴുതുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, സ്ക്രീൻ സ്പേസ് കുറവുള്ള സമയത്തും അത്യാവശ്യം ഒരു ഡെപ്ത് കൊടുത്തിട്ട് എഴുതുക, ഇമ്പാക്ട് ക്രിയേറ്റ് അപ്പം ഇപ്പം അതൊരു മാറ്റമായി കാണുന്നുണ്ടോ ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത്? പലപ്പോഴും ഈ സബായിട്ട് വരുന്ന സ്ത്രീ ക്യാരക്ടേഴ്സിനോ അത്രയും ലെയറോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയോ കൊടുക്കലില്ല. അപ്പം ഇപ്പൊ ഈ പറയുന്ന സിനിമയിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളുടെ ഭാഗമാണ്. അതെ, ശരിക്കും അതൊരു നല്ല മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കൂടുതലും ഈ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ച് അത് സ്ത്രീകൾക്കാവുമ്പോൾ അവര് ഒരു എന്താണ് ജസ്റ്റ് സൈഡ് ലൈൻഡ് ആയി പോയി നിൽക്കുന്ന ഒരു സ്പേസിലാണ് അവര് ഓൾമോസ്റ്റ് തള്ളി മാറ്റി വെക്കുന്ന പോലെയല്ല, ദേ ഗെറ്റ് സൈഡ് ലൈൻഡ് ആസ് എ റിസൾട്ട്. കാരണം എല്ലാം കുത്തി നിറച്ച് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഒന്ന് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കാം, അത് യൂഷ്വലി ആ ഒരു സപ്പോർട്ടിങ് ഫീമെയിൽ ക്യാരക്ടർ ആയിരിക്കും, ബിക്കോസ് ഓഫ് ദ ഹോൾ പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ് ആൻഡ് ഓൾ. അപ്പോൾ പേട്രിയറ്റിൽ എന്താണ് of course there are so many actors, കുറേ പേരുണ്ട്. എല്ലാവർക്കും പിന്നെ അത് സ്പേസ് കൊടുക്കേണ്ട ഒരുപാട് ബാധ്യതയും ഡയറക്ടർക്ക് ഉണ്ടല്ലോ. of course. പിന്നെ അതില് ഫീമെയിൽ ക്യാരക്ടേഴ്സിന് നല്ല സ്പേസ് ഉണ്ടായിരുന്നു, പെർഫോം ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് എന്താണ്
മാസ് സ്പേസ് അല്ല, ഒരു നല്ലൊരു കമേഴ്ഷ്യൽ ആ സ്പേസിൽ നിൽക്കാനുള്ള കുറച്ച് എന്താണ് ഒരു നല്ല കപ്പാസിറ്റി ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കൊടുത്ത ഒരു സിനിമയായിട്ട് ഉം, എനിക്ക് ഉം. തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാ സിനിമകളിലും നമുക്ക് എനിക്ക് ഞാൻ എൻ്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു ആട്ടം. പക്ഷെ അതിലൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയം കിട്ടിയത്. ഉം. എല്ലാ സിനിമയിലും എനിക്കത് പ്രതീക്ഷിക്കാനും കഴിയില്ല. ഇറ്റ്സ് വെരി അൺറിയലിസ്റ്റിക്. ഞാനതുകൊണ്ടാണ് കുറച്ച് നാൾ ആട്ടം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ലൈക്ക് ഇനി ആട്ടം പോലൊരു സിനിമ വരുമോ ഇല്ലയോ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണോ. പക്ഷെ ആ സമയത്ത് തന്നെ രേഖാചിത്രം എൻ്റെ കയ്യിലെത്തി. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നല്ല ക്രിയേറ്റേഴ്സും നല്ല റൈറ്റേഴ്സും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അവർക്കൊരു ചാൻസ് കിട്ടിയാൽ കത്തിക്കേറും അവർ. ഇപ്പം ഇതിലിപ്പോ രേഖാചിത്രത്തിലെ പുഷ്പത്തിനെ പറയുന്നത് പോലെ ആ ക്യാരക്ടർ നമ്മൾ കാണുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നിയത് അവർക്ക് അവര് ചെയ്യുന്ന കാര്യത്തില് എന്താ പറയാ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉറപ്പുണ്ട്. അവര് ചെയ്യുന്ന കാര്യം വളരെ തെറ്റാണ്. അതിനകത്തുള്ള അതിനൊരു കുറ്റബോധമൊന്നും ഇല്ല, ഇല്ല. അവർക്ക് അതിനകത്തുള്ള കൺവിക്ഷൻ ആണ് ആ ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന, അവർക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് ഒരു വല്ലാത്തൊരു ഇന്റിമിഡേറ്റ് അതെ ആവില്ല അതെ അതെ. അവരുടെ മുമ്പിൽ. അത് അവരുടെ കൺവിക്ഷൻ കൊണ്ടാണ് ഉം. അവർക്ക് അത്രയും തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് ആ അവരുടെ കണ്ണിൽ ക്യാരക്ടർ. അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്. ആ ഇൻ എ വേ ആ ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര സ്ട്രോങ് ആണ്. അതെ എൻ്റെ അതെ ലൈഫിലെ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിന്നും എനിക്ക് മാത്രമേ എന്നെ മാറ്റാൻ പറ്റുള്ളൂ എന്ന ഒരു സ്ട്രോങ് ആ ഒരു ബിലീഫിൽ നിന്നാണ് ആ ക്യാരക്ടർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവര് എന്താണ് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടോ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ടോ എനിക്ക് ജഡ്ജ് ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റിൽ ഓൾസോ ഈ സ്ക്രിപ്റ്റിൽ അധികം ഡയലോഗ്സ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഈ ക്യാരക്ടറിന്. അപ്പൊ ഞാൻ ജോഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു അധികം സ്പേസ് ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ട് തോന്നും ഇത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, പക്ഷെ നമ്മൾ പെർഫോം ചെയ്തെടുക്കുമ്പോൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണ്. നമുക്ക് ഒരുമിച്ച് ഇത് എക്സ്പ്ലോർ ചെയ്തെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കാര്യം അവർ പറഞ്ഞപ്പോൾ തന്നെ എന്നെ അത് ശരിക്കും എൻകറേജ് ചെയ്തു. നമ്മുടെ ഉള്ളിൽ ആ ആക്ടറിനെ ശരിക്കും അത് എൻകറേജ് ചെയ്തു. അതൊരു നല്ല കൊളാബറേഷൻ ആയിരുന്നു ശരി. ഓക്കെ. അപ്പം സ്ക്രിപ്റ്റിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ആ മൊമെന്റ്സിൽ അങ്ങനെ ഉണ്ടായി ക്രിയേറ്റ് ചെയ്തതാണ്, സൃഷ്ടിച്ചതാണ്. പല സംഭവങ്ങളും. അങ്ങനെ ലൈക്ക് ഒരു പെർട്ടിക്കുലർ സീനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ആ സിനിമയിലേക്ക് നിങ്ങളൊരു? അത് ലാസ്റ്റ് ആ എന്താണ് ആ മർഡർ സീനിൽ അത് കൂടുതലും നമ്മൾ അത് സ്ക്രിപ്റ്റിൽ എന്താണ് ഒരു ചെറിയൊരു പാരഗ്രാഫിൽ മാത്രം അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഫുൾ അതിന്റെ കൊറിയോഗ്രാഫിയും അതിന്റെ മൂവ്മെന്റും എല്ലാം വർക്ക്ഔട്ട് ചെയ്തത് നമ്മളും എന്താണ് ടീം ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ടീം, DOP, ക്യാമറ വെച്ച്, പിന്നെ ഒരു സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഞാനും അനശ്വരയും ഒരുമിച്ച് നമ്മൾ രണ്ടുപേരും അത്രയ്ക്കും കംഫർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് ഓരോന്നും അതിന്റെ വേരിയേഷൻസ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞു. ഇഫ് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഈ അതൊരു ഇഫ് അനശ്വരയുടെ ക്യാരക്ടർ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എനിക്ക് ആ കംഫർട്ട് എന്തായാലും വരാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, അയ്യോ എൻ്റെ കൈ ആക്സിഡൻ്റലി ഇവിടെ തട്ടിപ്പോയി, ഞാൻ പുള്ളി എന്ത് വിചാരിക്കും. എപ്പോഴും ആ തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ ആ തോട്ട് എപ്പോഴും നമ്മളെ ബ്ലോക്ക് ചെയ്യും, നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ട്. നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്തു. അപ്പം അതായിരുന്നു രേഖാചിത്രത്തിൽ പറയും. ഇപ്പം ഈ അനശ്വരേന്റെ പറഞ്ഞതുപോലെ തന്നെ അനാർക്കലി ആയിട്ട് വരുന്ന ഇപ്പം B30 ഫോട്ടോ, അപ്പൊ അതിനകത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷനും ഈ ക്യാരക്ടർ കൊടുക്കുന്ന, നിങ്ങൾ പരസ്പരം കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. അവർ രണ്ടുപേരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തും ഇതേപോലെ സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ആ മൊമെന്റിൽ ക്രിയേറ്റ് ചെയ്ത് എടുത്ത കാര്യം? നമ്മൾ കുറച്ച് ഒരു 2 റിഹേഴ്സൽ സെഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് അനാർക്കലിയും ഞാനും ഒന്ന്, നമ്മൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ സെറ്റിൽ കയറി ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള സീൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 2-3 ദിവസം മീറ്റ് ചെയ്തു, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിഞ്ഞു. അപ്പോൾ ആ ഒരു കംഫർട്ട്, ആ ഒരു എന്താണ് കംഫർട്ട് എസ്റ്റാബ്ലിഷ് ആയപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ പുറത്തേക്ക് വന്നു. അത് കുറച്ച് ഭയങ്കര സഹായകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അനാർക്കലി എന്നുള്ള ഒരു ആക്ട്രസിനെ എക്സ്പ്ലോർ ചെയ്തൊരു വേഷമായിട്ട് തോന്നിയിട്ടുണ്ട് അത്. ഞാൻ ഇതിനു വേണ്ടി തിരിച്ചു പോയിട്ടൊന്നും അതിലത്തെ സീൻസ് ഒക്കെ കണ്ടപ്പോഴാണ്, നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി കണ്ടപ്പോഴാണ് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അനാർക്കലി തോന്നിയത്. അത് ശരിക്കും ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു ചോയ്സ് ആയിരുന്നു. ബിക്കോസ് ഇത്രയും
ആള് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ ആയതിനാൽ ഓഡിയൻസിന് ഒരു രീതിയിൽ എന്താണ് ഒരു ഒരു പോയിന്റ് വരെ അനാർക്കലി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ചെറിയ എക്സ്പെക്ടേഷൻ ഉണ്ടാവാം. ബിക്കോസ് അവർ ഇത്രയും നാള് എല്ലാം വർക്ക് കണ്ടിട്ടുണ്ടല്ലോ. ആൻഡ് പുള്ളിക്കാരിയുടെ ആദ്യത്തെ സിനിമ തന്നെ ആനന്ദം ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അത് കുറെ നാള് തിയേറ്ററിൽ ഓടി. അപ്പൊ ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് പുതുതായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഇറ്റ്സ് എ വെരി ട്രിക്കി സ്പോട്ട് ഫോർ ആൻ ആക്ടർ ടു ഫിഗർ ഔട്ട്. പക്ഷെ ഐ എം സോ ഗ്ലാഡ് അവര് B32 ചെയ്യാൻ തീരുമാനിച്ചു. അത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് എനിബഡി എൽസ് കുഡ് ഹാവ് ഡൺ ദാറ്റ് റോൾ ലൈക്ക് ഹർ. അത് അത്ര എന്താ ഒരു ആ ക്യാരക്ടർ ചെയ്താൽ ശരിക്കും പാളാൻ പോകുന്ന ഒരു പാളിയേനെ. വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ശരിക്കും പാളിപ്പോയേനെ. പക്ഷെ ആ ക്യാരക്ടറിന് ചെറിയൊരു ഒരു ഗ്രേസ് ഒക്കെ കൊണ്ടുവന്നത് അനാർക്കലി കാരണം മാത്രമാണ്. ഇപ്പം ഈ അടുത്ത് ദിലീഷ് പോത്തനൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആക്ടേഴ്സിനെ പലപ്പോഴും ബാക്കി എല്ലാം ഭയങ്കര സെറ്റായിട്ട് ഇപ്പൊ ക്യാമറ സംഭവങ്ങള് 1.5-2 മാസം പോയിട്ട് പ്രീ പ്രൊഡക്ഷൻ ഭയങ്കര സമയം കൊടുക്കും. അത് കഴിഞ്ഞ് നമുക്കിപ്പോ ഒരു ഷോട്ട് നിങ്ങള് ആക്ടേഴ്സിനെ വിളിച്ച് ചെയ്യണേക്കാൾ മുമ്പ് ലൈറ്റ് പരിപാടി എല്ലാം ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യും. പക്ഷെ ആക്ടേഴ്സിന് വന്നിട്ട് അവർക്കൊന്ന് ഇതൊന്ന് റെഡി ചെയ്യ് 5-6 ടേക്ക് ഒറ്റയടിക്ക് പോണം. അപ്പോ ഈ ആക്ടേഴ്സിന് സമയം കൊടുക്കാറില്ല എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ദിലീഷ് ചേട്ടൻ പറഞ്ഞ വളരെ വളരെ കറക്റ്റ് തന്നെയാണ്. അപ്പോ പക്ഷെ ഈ സിനിമ എത്ര നന്നായാലും എത്ര വലിയ സ്കെയിൽ ആയാലും അതിന്റെ അഭിനയം ശരിയല്ലെങ്കിൽ ആൾക്കാർ കാണാൻ പോകില്ല. അത് ട്രോൾ ചെയ്ത് അവസാനം അത് ട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെ ആൾക്കാർ പോയി കാണാറുണ്ടല്ലോ. അങ്ങനെയാണല്ലോ ഓഡിയൻസിന്റെ ഒരു മെന്റാലിറ്റി. അപ്പോൾ ആക്ടേഴ്സിന് ഡെഫിനറ്റ്ലി ആ സ്പേസ് കൊടുക്കണം. അപ്പോൾ ഇത്രയും വലിയൊരു ലൈറ്റിങ്ങും ക്യാമറയുടെയും സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് എടുത്ത് ആക്ടേഴ്സിന് ഒരു ചെറിയ റിഹേഴ്സൽ കൊടുത്താൽ ഒരു ബ്ലോക്കിംഗ് ആയാലും മൂവ്മെന്റിന്റെ ആയാലും ഡയലോഗ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും ആ ഒരു 10 മിനിറ്റ് കൊടുത്താൽ മതി. പക്ഷെ അതും പല സെറ്റിൽ കിട്ടാറില്ല. നമ്മൾ ആ ഫുൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ വിളിച്ചിട്ട് പറയും വാ പെട്ടെന്ന് ചെയ്യാം. പിന്നെ നമുക്ക് തോന്നും ഓ ഈ സംഭവിക്കുന്ന ഡിലേ എല്ലാം നമ്മൾ കാരണമാണ്. നമ്മുടെ അഭിനയം കാരണം നമുക്ക് എന്താണ് ഫസ്റ്റ് സെക്കൻഡ് ടേക്കിൽ കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ ഒക്കെ ആയി പോകുന്നത്. ആ ഒരു അൺനെസസറി ഒരു ആവശ്യമില്ലാത്ത കുറ്റബോധവും വരും നമ്മുടെ മനസ്സിലേക്ക്. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം പല സിനിമകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ലീനിയർ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമകളും വളരെ നോൺ ലീനിയർ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമകളും എനിക്ക് തോന്നുന്നു പേട്രിയറ്റിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് പറഞ്ഞതുകൊണ്ട് ഇത് ഒരുപാട് ബ്രേക്കുകളൊക്കെ വന്ന് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പം ഇതുപോലെ ഈ തിയേറ്ററിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സിനിമയിലെ ഷൂട്ട് പോകുന്നത് അവർക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കോ അതോ തിയേറ്ററിൽ ചെയ്യാത്തവർക്കും ഭയങ്കര ചാലഞ്ചിങ് ഭയങ്കര ചാലഞ്ചിങ് ആണ്. ആ കാര്യങ്ങളിൽ ഡയറക്ടറാണ് ആക്ടേഴ്സിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. ഓൺ ദാറ്റ് ആസ്പെക്ട് ശരിക്കും മഹേഷ് ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു ആക്ടേഴ്സിനെ. ചിലപ്പോ ഒരു സീനിൽ ഫ്രം വൺ പോയിന്റ് ടു ദി അതർ ആ ഒരു ജേർണി എത്താൻ ഒരു 10-15 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ അത് നമ്മളെ ക്രാഫ്റ്റ് ഉപയോഗിച്ച് ഒരു 5 സെക്കൻഡിൽ ചെയ്യാൻ കഴിയുമോ എന്ന ഒരു ചലഞ്ചാണ് ആ സിനിമയിലൂടെ ഞാൻ കണ്ടെത്തിയത്. നല്ല ചലഞ്ചാണ്. ചിലപ്പോൾ എനിക്കത് ആദ്യമൊക്കെ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ക്രാഫ്റ്റിനെ ഭയങ്കര മെക്കാനിക്കൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ തിയേറ്ററൊക്കെ ചെയ്ത ആർട്ടിസ്റ്റ് അല്ലേ. പക്ഷെ ഇതും ചെയ്യാനുള്ള എന്താണ് ഒരു മോട്ടിവേഷൻ വേണമല്ലോ. ഐ മീൻ ദിസ് ഇസ് എ ഗുഡ് പ്രോബ്ലം ടു ഹാവ് ആസ് ആൻ ആക്ടർ. അപ്പോൾ നല്ല രസമായിരുന്നു ആക്ച്വലി അതുപോലത്തെ ചലഞ്ചസ് ഒക്കെ നേരിടാനും. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പം എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ചാലഞ്ച് നേരിട്ടൊരു സെറ്റ് എന്നുള്ള രീതിക്ക് അപ്പൊ അതിനെ ക്രാക്ക് ചെയ്യുന്നതിൽ ഇപ്പം അപ്പുറത്ത് നിൽക്കുന്നത് മമ്മൂട്ടി പോലൊരു നടനാണല്ലോ. ഇതിന്റെ എല്ലാ തലങ്ങളും കണ്ടു കഴിഞ്ഞ ഒരു മനുഷ്യനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ചെയ്യുന്നത് കൊണ്ട് ഈ ചാലഞ്ച് ഈസി ആയിരുന്നു. ടിപ്സ് അങ്ങനെ പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ ഈ ചാലഞ്ച് കുറച്ചും കൂടെ ഇതിനിപ്പോ മമ്മൂട്ടിയുടെ കൂടെയും കൂടി നിന്ന് ചെയ്യണല്ലോ. അത് അറിയാതെ അനാവശ്യമായിട്ട് ഞാൻ ആ പ്രഷർ ആദ്യം എൻ്റെ തലയിൽ കയറ്റിയിട്ടാണ് സെറ്റിലേക്ക് കയറിയത്. പക്ഷെ അത് എല്ലാവർക്കും ഓൾറെഡി മനസ്സിലായോ. ആദ്യത്തെ 1-2 ടേക്കിൽ തന്നെ അവർ മനസ്സിലായി. പിന്നെ അവർ പറഞ്ഞു ഇത്രയും മസിൽ പിടുത്തത്തിന്റെ ആവശ്യമില്ല, ഫ്രീ ആയിട്ട് ചെയ്തു. എല്ലാം തെറ്റ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഇവിടെ ഉണ്ട്. തെറ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് വർക്കൗട്ട് ആവാത്തത്.
അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം. പ്ലീസ് ഡോണ്ട് ഹോൾഡ് ബാക്ക്, എല്ലാം അങ്ങ് ചെയ്തു. അപ്പോൾ ആ ഫ്രീഡം, അത് ഡയറക്ടറിൽ നിന്നും സ്പേസ് ഉണ്ടായിരുന്നു, കോ ആക്ടേഴ്സിൽ നിന്നും ആ ഫ്രീഡം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇപ്പം മമ്മൂക്ക എന്നുള്ള ഒരു ആക്ടറിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഓരോ ആക്ടേഴ്സും അദ്ദേഹത്തിൽ നിന്ന് സ്വാംശീകരിക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും സ്വാധീനിക്കും. എസ്പെഷ്യലി നമ്മൾ ഇത്രയും കണ്ടു വളർന്നിട്ടുള്ള നിങ്ങൾ ആക്ടേഴ്സ്, നമ്മളിപ്പോൾ ഓഡിയൻസ് ആയിട്ട് മാത്രമാണ് മമ്മൂട്ടിയെ കാണുന്നത്. നിങ്ങൾ ആക്ടേഴ്സ് എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന്റെ പല ഷെയ്ഡുകൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല, ഇതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ടെക്നിക്ക് അദ്ദേഹം കരയുന്നതിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ചിരിക്കുന്നതിൽ കൊണ്ടുവരുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അങ്ങനെയും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ആ മമ്മൂട്ടി എന്നുള്ളൊരു നടനെ? മമ്മൂക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യം പുള്ളിക്ക് ഇപ്പോഴും സിനിമയോട് അത്രയ്ക്കും കൊതിയാണ്. ഒരു മാറാത്ത കൊതിയാണ്. ഇറ്റ്സ് ലൈക്ക് ഗ്രീഡ്. ലൈക്ക് ചെയ്യണം, എന്ത് കിട്ടിയാലും ലൈക്ക് ഞാൻ ചെയ്തെടുക്കാനുള്ള ഒരു കൊതി നമുക്ക് ഉണ്ടല്ലോ. ഭയങ്കര അത്ഭുതം തോന്നാല്, ഇത്രയും സമയം കഴിഞ്ഞിട്ട് എങ്ങനെ അത് ഒരു അത്ര മടുപ്പില്ല, ആഗ്രഹം ഇങ്ങനെ ഒരു തോന്നുന്നു. മടുപ്പില്ല. ഞാനാണെങ്കിൽ ചെറിയൊരു ഇൻകൺവീനിയൻസ്, 2-3 ഇൻകൺവീനിയൻസ് എൻ്റെ ഡെയിലി ലൈഫിൽ നടന്നാൽ അപ്പോൾ മടുത്തു, എന്നെ കൊണ്ട് വയ്യ. സ്റ്റേറ്റിൽ പെട്ടെന്ന് പോകുന്ന ഒരാളാണ് ഞാൻ. ആ ആ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സ്വഭാവം, ഈ ഒരു മാനറിസം ഭയങ്കര ഒരു വലിയ കോൺട്രാസ്റ്റ് ആണ്. അപ്പോൾ അതെന്നെ ശരിക്കും ഗ്രൗണ്ട് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഉം. ആം, പിന്നെ ഹീസ് ഓൾസോ വെരി വെൽ റെഡ്. ലോകത്തിലെ ഏത് ടോപ്പിക് എടുത്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരിക്കും. ആ. എന്ത് ടോപ്പിക് എടുത്താലും അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 5-10 മിനിറ്റ് സംസാരിക്കാനുള്ള കണ്ടന്റ് ഹിസ് ബ്രെയിൻ ഹാസ് ഇറ്റ്. അത് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. ബിക്കോസ് ദാറ്റ് ഷോസ് ക്യൂരിയോസിറ്റി, നോ, ആൻഡ് ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റും ഇത്രയും ഇവോൾവ് ആയിരിക്കുന്നത്. ഒരു ആക്ടറിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ ക്യൂരിയോസിറ്റി തന്നെയാണ്. ഇപ്പൊ മോഹൻലാലിനൊപ്പം ഈ സെറ്റില് അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ലാലേട്ടനോട് എനിക്ക് സീൻസ് ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. അപ്പം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഇപ്പം നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിന്നും വരുന്ന ആക്ടേഴ്സ് ആണല്ലോ, ഇവര് ഒരുപാട് മുൻപത്തെ ഒരു സമയത്ത് നിന്നും വരുന്ന ആക്ടേഴ്സ് ആണ്. അപ്പം നിങ്ങൾ നമ്മളൊരു കോൺവെർസേഷനിൽ ഇപ്പൊ പുതിയ കാലത്തെ ആക്ടിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പുതിയ സിനിമാ രീതികളെ പറ്റിയിട്ടോ അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പം ഈ പാട്രിയേറ്റില് ഇങ്ങനെ ഒരു നേരിട്ട് കണ്ടു, അല്ലാതെ ഇപ്പൊ ഒരു മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ആക്ടേഴ്സ് എന്നുള്ള രീതിക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ആക്ടേഴ്സ് എന്നുള്ള രീതിക്ക് നിങ്ങളെ വളരെ അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ ഇദ്ദേഹം ഇത് എങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് അറിയണം, അങ്ങനെയൊക്കെ തോന്നിയ കുറച്ച് പെർഫോമൻസസ് ഉണ്ടോ ഇവരുടെ രണ്ടുപേരുടെയും? എനിക്ക് വാനപ്രസ്ഥം ഭയങ്കര ഇഷ്ടമാണ്. അതില് ഫുൾ കഥകളി ഗെറ്റപ്പിലൊക്കെ അത് നല്ല വെയിറ്റും ഭാരമുള്ളൊരു കോസ്റ്റ്യൂമാണ് അത്. അപ്പോൾ അതിലൊരു സീനുണ്ടല്ലോ, ആ എക്സ്പ്രഷൻ കണ്ണിലൂടെ പെട്ടെന്ന് മാറുന്നതൊക്കെ, അത് ശരിക്കും ഇറ്റ്സ് എ സീൻ ഓഫ് വണ്ടർ ഫോർ മീ. അതെത്ര ആ ക്ലിപ്പ് നോക്കി പഠിച്ചാലും ആർക്കും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൽ ബ്രെത്ത് ഉണ്ട്, ഫേഷ്യൽ മൂവ്മെന്റ്സിന്റെ വർക്കുണ്ട്, പിന്നെ ആ ക്യാരക്ടർ കടന്നു പോകുന്ന ഇമോഷണൽ ജേർണി എല്ലാം ആ ചെറിയ ഫ്രെയിമിൽ ആ കണ്ണിലൂടെയും ഫേസിലൂടെയും കാണാൻ കഴിയും. അത് എങ്ങനെയാണ് അദ്ദേഹം ചെയ്തെടുത്തതെന്ന് അറിയില്ല. ബിക്കോസ് ഒരു ആക്ടറിനോട് എന്താണ് നിങ്ങളുടെ പ്രോസസ് എന്ന് ചോദിച്ചാൽ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് ഹി വിൽ ഓൾസോ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ. അത് അത്രയും റിഹേഴ്സലൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു കോസ്റ്റ്യൂമിൽ എന്താണ്, ഇറ്റ്സ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. കുറച്ച് ക്ലാസിക്കൽ ഡാൻസ് ആണ്, അപ്പോൾ എന്തായാലും റിഹേഴ്സലൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഹീസ് എ ജീനിയസ്. വാനപ്രസ്ഥം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മമ്മൂക്കയുടെ ഏറ്റവും എന്നെ ഇംപ്രസ് ചെയ്ത കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ് ഉത്തരവും പിന്നെ അംബേദ്കർ ആയിട്ട് വന്നതും. ഞാൻ അംബേദ്കർ കാണുന്നത് ആദ്യമായിട്ട് എൻ്റെ ഫിലിം സ്റ്റഡീസിന്റെ ക്ലാസ്സിലാണ്. അപ്പോൾ അതിൽ മമ്മൂക്കയുടെ വേറൊരു സിനിമ ഉണ്ടായിരുന്നു, പൊന്തന്മാട. അപ്പോൾ പൊന്തന്മാടയും അംബേദ്കറും ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ നമ്മൾ ക്ലാസ്സിലെല്ലാവരും വിചാരിക്കും, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇത് തന്നെയാണോ ഈ സെയിം ആക്ടർ തന്നെയാണ് എല്ലാം? ഈ രണ്ട് ഇത്രയും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള റോൾസും സംസാര രീതി ആയാലും കോസ്റ്റ്യൂമും എല്ലാം, മാനറിസവും ഗെറ്റപ്പുകളും, ഇറ്റ്സ് അമേസിങ്. ശരിക്കും എന്നെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചപ്പം
രാജ് പി ഷെട്ടി ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ആക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ലിമിറ്റേഷൻസ് ഇല്ലല്ലോ. നമ്മള് സൊസൈറ്റിയിൽ പഠിച്ച് വളരുന്ന, ഇത് ചെയ്യാൻ പാടില്ല, ഈ കൈൻഡ് ഓഫ് ഒരു സെറ്റ് ഓഫ് മൊറാലിറ്റി ഇല്ലാതെ നമ്മുടെ ഉള്ളിന് തന്നെയുള്ള ഒരു ഭയങ്കര വന്യമായിട്ടുള്ള ഒരു സാധനത്തെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം. അപ്പോൾ ഒരു ലിമിറ്റേഷനും ഇല്ലാതെ നമുക്കൊരു ഫീലിംഗ് അനുഭവിക്കാൻ കൂടി പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുഷ്പത്തിനെ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിലൊരു ലെയറേ വരുന്നുള്ളൂ, അത്രയും ഒരു ഇതിലേക്ക് അവർ പോകുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പം അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാൻ കിട്ടിയാൽ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ലൈക്ക് നമ്മള് ബോധപൂർവം എന്താ പറയാ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കുറച്ച് ഫീലിങ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതിനെ നമുക്ക് ഈ കഥാപാത്രത്തിലൂടെ അറിയാൻ പറ്റും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. ഇത് ആക്ടിങ് ഇസ് ദി ഓൺലി ഇൻഡസ്ട്രി, ലൈക്ക് ഇത് ഈ പ്രൊഫഷൻ അതിന്റെ ഡിസൈൻ കാരണം ഈ പ്രൊഫഷനിൽ മാത്രമാണ് നമുക്ക് ഇതുപോലത്തെ എന്താണ് നമ്മുടെ സൈക്കിയുടെയും സൈക്കോളജിയുടെയും ഭയങ്കര ഡാർക്കും കുറച്ച് എന്താണ് കുറച്ച് വൃത്തികെട്ട ഒരു ചിന്താഗതിയോ തോട്ട്സോ എല്ലാം നമ്മുടെ ക്യാരക്ടേഴ്സിലൂടെയാണ് നമുക്ക് വരുന്നത്. അതിൽ എക്സ്പോഷർ കിട്ടുന്നത് നമുക്ക് ആക്ടിങ്ങിലൂടെ മാത്രമാണ്. പിന്നെ ഓഫ് കോഴ്സ് സൊസൈറ്റിയിൽ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കാം, ബട്ട് ആക്ടിങ് ഇസ് ദി ഓൺലി പ്രൊഫഷൻ വിച്ച് ലെറ്റ്സ് യു ഡു ഇറ്റ്. അത് അപ്പോൾ അത്രയും വലിയൊരു പോസിബിലിറ്റി കിട്ടുമ്പോൾ ഞാൻ എന്തിനാ എന്നെ റെസ്ട്രിക്ട് ചെയ്യണം? ഇതിന്റെ സൊസൈറ്റിയുടെ മൊറാലിറ്റി പറഞ്ഞ സമയത്ത് ഇത്തിരി നേരം സിനിമ വന്ന സമയത്തും ഇതൊരു ഭയങ്കര രസമുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഐ തറോലി എൻജോയ്ഡ് ആ മൂവിയെ. ഭയങ്കര പ്രണയത്തിലും ഭയങ്കര സുഖത്തിലും, ഇപ്പൊ ലൈക്ക് മൂവീസ് ഫീൽസ് ലൈക്ക് വാം ഹഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരുമല്ലോ, അപ്പൊ അതിനകത്തുള്ള ഒരു പടമായിരുന്നു അത്. സ്വീറ്റ് ആയിട്ടിരുന്ന് കണ്ടതാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അത് ഈ സ്റ്റാർട്ട് ചെയ്ത ഡിസ്കഷനും ഉണ്ട്, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ, ഇമോഷണൽ ചീറ്റിങ്ങിന്റെ ഒരു ഘട്ടത്തിനൊക്കെ എങ്ങനെ ഇത് കേട്ടാ തോന്നും ആദ്യമായിട്ട് ഇത്തിരി നേരം മാത്രമാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ ഗ്ലോറിഫൈ ചെയ്തെന്നൊക്കെ പോലെ തോന്നും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഈ ലിറ്ററേച്ചർ വർക്ക്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയല്ലോ കൃഷ്ണനും രാധയാണ് എപ്പോഴും ഭയങ്കര നമ്മൾ ആഘോഷിക്കുന്ന പ്രണയം എന്നുള്ളതും ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള വിഷയമാണ്. പക്ഷെ എല്ലാ സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിറ്റററി വർക്കോ വരുന്ന സമയത്ത് ഇത് അതുപോലെ തന്നെ എത്ര കണ്ടാലും വലിയൊരു വിഷയമാവുകയും ചെയ്യും. ആൾക്കാർക്ക് അവരുടെ മനസ്സിൽ അവരുടെ എന്താണ് തോട്ട് പ്രോസസ്സിന് കൺവീനിയന്റ് ആയിട്ട് വരുന്ന തെളിവുകൾ മാത്രമാണ് അവർക്ക് പ്രസന്റ് ചെയ്യാൻ ഇഷ്ടം. ഇറ്റ്സ് എ വെരി കൺവീനിയന്റ് വേ ഓഫ് ജസ്റ്റിഫൈങ് ദെയർ തോട്ട്സ്. ഇതുപോലത്തെ ഒരു ന്യൂവാൻസസിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. ആൻഡ് എത്രയോ സിനിമകളിൽ ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഇൻ ദ മൂഡ് ഫോർ ലവ് വോങ് കാർ വൈയുടെ കണ്ടിരുന്നു. അതിനകത്തും രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ലേ? അത് ഞാൻ കമ്പയർ ചെയ്യുമല്ല, ഞാൻ പറയല്ലേ ഇത്തിരി നേരം ഇൻ ദ മൂഡ് ഫോർ ലവ് പോലെ സൂപ്പർ ദേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മൂവീസ്. പക്ഷെ ഈ ടോപ്പിക് ഇത്തിരി നേരം അല്ല ആദ്യമായിട്ട് സംസാരിക്കുന്നത്. സോ ആൻഡ് ഐ ഫീൽ ലൈക്ക് എന്തിനാണ് സിനിമയെ ഈ രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് സൊസൈറ്റിയിൽ എന്താണ് നല്ല സംഭവങ്ങളോ ഒരു നല്ല സൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് വലിയ കാര്യമില്ല. അത് നമ്മുടെ ജീവിതവും നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. അല്ലാതെ ഈ സിനിമയിൽ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു. ഇതിനകത്തായിരിക്കും തോന്നുന്നത് ഇപ്പം സെറിന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിൽ വെച്ചിട്ട് ഇപ്പൊ നീയൊരിക്കൽ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, ഇത്തിരി അത് ഭയങ്കര രസമായിട്ടായിരുന്നു. അപ്പോ ഈ സിനിമയിൽ വരുന്ന ചില ആളുകൾക്കൊക്കെ ഒരു സമയത്ത് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്രെയിമിൽ വരുന്ന നല്ലൊരു പാട്ടുണ്ടായിരിക്കുക, പണ്ടത്തെ ഉള്ള നമ്മുടെ സിനിമ കൾച്ചറിൽ ഉണ്ടായിരിക്കില്ല, അത് നിങ്ങൾ വളരെ പോപ്പുലർ ആവാനുള്ള ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് ഇതായിരിക്കില്ലേ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അതായത് താങ്കളുടെ ഫേസ് വരുന്ന, അതിന് ഭയങ്കര ആൾക്കാർ ഭയങ്കര റിപ്പീറ്റിലിട്ട് കേൾക്കുന്ന അങ്ങനെ ഒരു മോഡിലുള്ള പാട്ട്. ആ പാട്ട് എങ്ങനെയാ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. നീ ഒരിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ലിറിക്സും ഭയങ്കര ശരിക്കും ബേസിൽ ഹാസ് ഡൺ എ റിയലി റിയലി ഗുഡ് ജോബ് വിത്ത് ഇറ്റ്. പക്ഷേ ഇത് എൻ്റെ ഒരു നല്ല സൂപ്പർ റൊമാൻറ്റിക് സോങ് ഇറങ്ങണം എന്നുള്ള വലിയ ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. അത് സിനിമയുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നൊരു കാര്യമാണ്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നു. പക്ഷെ അത് തന്നെ ഒരു ഗോൾ പോസ്റ്റ് ആക്കി നമുക്ക് വർക്കിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല. ഇപ്പം എന്താ പറയാ, നമ്മള് ആക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിപ്പിച്ച ഒരുപാട് സിനിമകളുണ്ടോ? ഇങ്ങനെ ഭയങ്കര നന്നായിട്ട് സിനിമകൾ കണ്ടിരുന്ന ഒരാളായിരുന്നു ചെറുപ്പം തൊട്ട്? കുറെ സമയം ഉണ്ടായിരുന്നു. ഞാൻ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ ഓക്കെ. എൻ്റെ വാപ്പ എയർഫോഴ്സിലായിരുന്നതുകൊണ്ട് ഓരോ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും കെട്ടിപ്പുറക്കി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിടും. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ എനിക്ക് എന്താണ് എനിക്കധികം കുട്ടിക്കാലത്ത് കുറേ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് 2 വർഷത്തിനുള്ളിൽ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആ കണക്ഷൻ ആ മൊമെന്റിൽ തന്നെ ബ്രേക്ക് ആയിട്ട് നമ്മൾ വേറെ പുതിയ ഫ്രണ്ട്ഷിപ്സിനെ എല്ലാം ഉണ്ടാക്കാൻ നോക്കുവാണല്ലോ. അപ്പോ അത് കാരണം എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്സിന് കൊടുക്കേണ്ട സമയം ഞാൻ സിനിമയ്ക്ക് കൊടുത്തില്ലേ? അപ്പൊ അങ്ങനെ കുറെ കൊച്ചിലെ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം തിയേറ്ററിൽ കണ്ട സിനിമ ദിൽസയാണ്. എനിക്ക് എന്താണ് 1998 ദിൽസെ റിലീസ് ആയത്. എനിക്ക് 4-5 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സിനിമയാണ്. പക്ഷെ അതിലെ അതിന്റെ ഫ്രെയിംസിലെ ആ ഒരു ബ്യൂട്ടി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ എന്താണ് 1.5-2 മണിക്കൂറിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ബ്യൂട്ടി അതൊരു കുട്ടിക്കും മനസ്സിലാവുമല്ലോ. ബ്യൂട്ടി ഈസ് അണ്ടർസ്റ്റാൻഡ് എന്താണ് അത് എല്ലാ ഏജസിലേക്കും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരിലേക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ that was really really nice. ഇപ്പം ഈ സിനിമയിൽ ഇപ്പൊ ഇത്രയും സമയം എന്താ പറയാ അത് തന്നൊരു അനുഭവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം എനിക്ക് ഓരോരുത്തരും സിനിമേനെ വിലയിരുത്തുന്നതിൽ അതൊരു നല്ല സിനിമയായിരുന്നു അല്ലെങ്കിൽ നല്ല കാര്യം. ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നുന്നു എനിക്ക് ആ സിനിമയുടെ ഒപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ 2.5 മണിക്കൂർ എനിക്ക് ആ സിനിമയുടെ ഒപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞാല് സിനിമയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് ദ ഫിലിം. ഞാനിങ്ങനെ ഞാനും അതാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആ 2.5 മണിക്കൂർ ഇപ്പൊ അതിനുശേഷം ചില സിനിമകൾ നമ്മളിൽ തുടരും. അതുണ്ട്. അതാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലത്. പിന്നെ അത് ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുന്ന അതും ഓഫ് കോഴ്സ് ഈ 2.5 മണിക്കൂർ നമുക്ക് ആ സിനിമയുടെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയുകയാണെങ്കിൽ അത് മതി സിനിമ എന്നുള്ളതൊക്കെയാണ് ഒരു ബേസിക് ലെവലിൽ നമ്മൾ ആലോചിക്കുക. പക്ഷെ അതേസമയം തന്നെ നമ്മളിൽ ഒരു തരം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക അങ്ങനെയുണ്ടല്ലോ ചില സിനിമകൾ. നമ്മൾ ആ സിനിമയുടെ ഒപ്പം തന്നെയാണ്, പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളെയും കണക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നലും കൂടി തരുന്നതുണ്ടല്ലോ. അപ്പം സാറിന് എങ്ങനെയാ ഒരു സിനിമ കാണുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസിനെ വിലയിരുത്തുക? നമ്മൾ ആ സിനിമയിൽ ഫുള്ളി ഇൻവോൾവ് ആവണം എന്നാണോ? ഓഫ് കോഴ്സ് ഇൻവോൾവ് ആയിരിക്കണം. പിന്നെ ഈ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ആലോചിച്ചു ഇതെപ്പോ തീരും എന്നാലോചിച്ച അവിടെ കാര്യങ്ങളെല്ലാം പോയി. ദെൻ ഐ വുഡ് മച്ച് റാദർ വാക്ക് ഔട്ട് ഓഫ് ദ സ്ക്രീൻ. അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. എന്തിനാണ് ലൈക്ക് ഓൾറെഡി ലൈഫ് ഇസ് സോ ഷോർട്ട്, എന്തിനാണ് ഒരു ബോറൻ സിനിമയ്ക്ക് ഇത്ര സമയം കൊടുക്കുന്നത്? അതിനുള്ള സമയമൊന്നും എനിക്കില്ല. അപ്പോൾ ഒരു ബുക്കായാലും സിനിമയായാലും ഐദർ അത് നമ്മളെ സമാധാനിപ്പിക്കണം അല്ലെങ്കിൽ നമ്മളത് ചിന്തിപ്പിക്കണം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ യൂഷ്വലി ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഫാക്ടർ നടക്കാറുണ്ട്, ചിലപ്പോൾ രണ്ടും സംഭവിക്കാറുണ്ട്. അപ്പൊ ഈ സീരീസുകളൊക്കെ കാണുന്ന സമയത്ത് ഈ ബെറ്റർ കോൾ സോൾ ഒക്കെ സീരീസിന്റെ ഒക്കെ സമയത്ത് പറയും നിങ്ങൾ ഒരു 3 സീസൺ കണ്ടിട്ട് എന്നാലേ നിങ്ങൾക്ക് അതിനെ തിന്നാവാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ എന്തെങ്കിലും സപ്പോസ് സജസ്റ്റ് ചെയ്താൽ സാർ എന്താ ചെയ്യാ? ആദ്യത്തെ ഒരു അത് 3 മണിക്കൂർ ഞാൻ അങ്ങനെ അധികം സീരീസ് കാണാറില്ല. എസ്പെഷ്യലി ഈ 5, 7, 9 സീസണൊക്കെ ഉള്ളപ്പോ ഞാൻ അപ്പോഴേ എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഒരു എപ്പിസോഡിന് 45 മിനിറ്റ്, ഒരു സീസണിൽ 20 എപ്പിസോഡ്, 20 1 hour എപ്പിസോഡ്സ്. അപ്പോൾ ഒരു സീസൺ ബേസിക്കലി 24 hours ഇരുന്ന് ഞാൻ കണ്ടാലേ തീരൂ. അത് എൻ്റെ മനസ്സിൽ ആ ഇമേജ് വരുമ്പോൾ തന്നെ ഞാൻ ഓക്കെ നമുക്ക് വേറെന്തെങ്കിലും ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു മിനി സീരീസ്, അല്ലെങ്കിൽ 3-4 എപ്പിസോഡിൽ തന്നെ കഥ തീരുന്ന കുറച്ച് മിനി സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതിരുന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. തുടക്കം ഒരു സീരീസിലായിരുന്നു ഞാൻ അത് പക്ഷെ എനിക്ക് ഒരു സീരീസിൽ അഭിനയിക്കാൻ പ്രശ്നമില്ല, കാണാൻ അഭിനയിക്കാൻ പ്രശ്നമില്ല. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടൊരു നല്ല റീവാച്ച് ചെയ്തൊരു സീരീസാണ് ട്രൂ ഡിറ്റക്റ്റീവ്. അത് ശരിക്കും വർക്കായി. അതിന്റെ ഫസ്റ്റ് സീസൺ മാത്യു മെക്കോണഹിയും മറ്റു പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു, വുഡി ഹാരിസൺ. അവരുടെ രണ്ടുപേരുടെയും കെമിസ്ട്രി ശരിക്കും അതൊരു ഭയങ്കര കോമഡിയും ട്രാജഡിയും ഉള്ളൊരു കെമിസ്ട്രിയാണ്. അതെനിക്ക് ശരിക്കും വർക്കായ ഒരു സീരീസാണ്. അതുപോലത്തെ ഒരു പിന്നെ മൈൻഡ് ഹണ്ടേഴ്സ് ഭയങ്കര അങ്ങനത്തെ ജോണറുകള് ഭയങ്കര ഇഷ്ടമാണ്. ഈ ത്രില്ലർ പരിപാടി, ത്രില്ലർ മാത്രമല്ല ലൈക്ക് സൈക്കോളജിക്കൽ ഡ്രാമയാണ് കൂടുതലും. ഇപ്പൊ ഈ ബാലൻ സിനിമ വന്ന സമയത്ത് ഫർസാന പാലത്തിങ്കൽ വന്നല്ലോ. അപ്പം സെറിൻ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരുപാട് പോസ്റ്റുകളില് സെറിൻ ഷിഹാബിനെ പോലെ
നമുക്ക് Wow. ഒരുപാട് പോസ്റ്റുകൾ സെറിൻ ഷിഹാബിനെ പോലെ നമുക്ക് ഒരുപാട് എന്താ പറയാ മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു താരമായിരിക്കും ഫർസാന എന്ന് Wow. പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വളരെ കുറഞ്ഞ സിനിമകൾ കൊണ്ട് ഓർഗാനിക് പോസ്റ്റുകളാണ് അതെന്നൊക്കെ ഫീൽ ചെയ്തത്. അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അത് വിചാരിച്ചു, ഭയങ്കര കാര്യമാണല്ലോ ഒരാള്. അത് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ. ബിക്കോസ് നമ്മുടെ വർക്ക് ആൾക്കാർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അത് ചിലരത് ഒരു തവണ ആയിരിക്കാം കണ്ടത്. പല പല റിപ്പീറ്റ് വാച്ചിലും കണ്ട. പക്ഷെ ഓരോ വാച്ചിലും അവര് എന്താണ് നമ്മുടെ പെർഫോമൻസിന്റെ ഒരു എന്താണ് ഒരു ചെറിയ ആസ്പെക്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതിന്റെ ഒരു കമ്പാരിസൺ ചെയ്യുകയാണ് വേറെ പെർഫോമൻസുമായിട്ട്. അപ്പോൾ നല്ലതാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കണം. സ്വയം പുകഴ്ത്തൽ പോലെ തോന്നും. അല്ല, പിന്നെ വേറൊരു സംഭവം തോന്നിയത് എന്താന്ന് വെച്ചാൽ, ഈ ആക്ടിങ്ങിന്റെ ഇതിന്റെ അപ്പുറത്തേക്ക് ഫർസാനയിൽ ഇപ്പൊ മേ ബി ആ കഥാപാത്രം കൊണ്ടായിരിക്കാം. ഇപ്പൊ ബാലനിലെ അമ്മ വേഷം ഈ പറഞ്ഞതുപോലെ ഈ ഒന്ന് രണ്ട് സാമ്യങ്ങൾ തോന്നിയത് പാട്ടത്തിൽ മറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആട്ടമാണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ അതിനകത്തുള്ള കഥാപാത്രത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത ലെയറുകളും അവരുടെ ഡയലോഗുകളിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ എന്നാൽ അതിനകത്തൊരു പുതുമയുണ്ടായിരുന്നു. അപ്പം ബാലനിലെ അമ്മയിലേക്ക് വരുന്ന സമയത്തും എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ചെയ്ത ക്യാരക്ടേഴ്സ് നമ്മൾ അത്ഭുതപ്പെടുത്തിയതിന് ഒരു സാമ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു പെട്ടെന്ന് അതും കൂടെ കണക്ട് ചെയ്യാൻ കാരണം. ഇപ്പൊ ബാലൻ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അപ്പം പക്ഷേ ഈ ഐ എം ഹാപ്പി ദാറ്റ് ആട്ടത്തിന് ശേഷം ഇപ്പോഴാണ് ആൾക്കാർ പറയുന്നത് ലൈക്ക് ഇത്രയും നല്ലൊരു ഫീമെയിൽ ക്യാരക്ടർ. അത് മേ ബി വേറെ വന്നിട്ടുണ്ടാവും. ഉള്ളൊഴുക്കുണ്ടായിരുന്നു. യെസ് യെസ്. പക്ഷേ ഐ ജസ്റ്റ് വോണ്ട് ദ ഫ്രീക്വൻസി. നമ്മുടെ ഈ നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്നതിന്റെ ഒരു ഫ്രീക്വൻസി ഒന്ന് കൂടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. ഇപ്പോ നല്ലൊരു ഫീമെയിൽ ക്യാരക്ടർ വരുമ്പോ തന്നെ അതൊരു വലിയ വലിയ സംഭവമായിട്ട് കാണുവാണ്. ദാറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ്. ഐഡിയലി ആ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ അതൊരു നല്ല ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം. അല്ല അതൊരു നല്ല വാവ് ഗ്രേറ്റ് ഫീമെയിൽ ക്യാരക്ടർ. ദാറ്റ്സ് ഹൗ വി സീ ഇറ്റ്. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഭയങ്കര വെൽ റിട്ടൺ ആയിട്ട് സ്ക്രിപ്റ്റിൽ തന്നെ ഭയങ്കര വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഏതായിരുന്നു ഇതുവരെ ചെയ്തിട്ടുള്ളതില്? ഇതുവരെ അതായത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ആക്ടറിന് വേണ്ടതെല്ലാം ആ കഥാപാത്രത്തെ കുറിച്ച് ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. സലീം അഹമ്മദ് ചെയ്ത ഒരു പടമുണ്ട് ലെഫ്റ്റ് ഓവർ. അതില് ഞാനും അർജുൻ രാധാകൃഷ്ണനും കുറച്ച് ആക്ടേഴ്സും ഉണ്ട്. അതിലെ ക്യാരക്ടർ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അതിൽ ആണ് ശരിക്കും ഒരു ആക്ടറിന് ശരിക്കും ആ സ്ക്രിപ്റ്റിലാണ് കുറേ സ്പേസും ഫ്രീഡവും ഒക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ അതിന്റെ റിലീസ് ഈ വർഷം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഇയർ അതാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ലെഫ്റ്റ് ഓവർ എന്നാണ് സിനിമയുടെ പേര്. ന്യൂട്ടൺ സിനിമയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സിനിമയിൽ എനിക്ക് ശരിക്കും നല്ല പ്രതീക്ഷയുണ്ട്. അത് ആസ് എൻ അതൊരു വൺ ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി അതൊന്നുമല്ല. നമ്മളിപ്പോ എല്ലാം നമ്പേഴ്സിന്റെ അത് നമ്പേഴ്സ് പ്രകാരമാണല്ലോ എല്ലാത്തിനെയും ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ പണ്ട് ഒരു സിനിമ വിലയിരുത്തുന്ന രീതി അത് എത്ര ദിവസമാണ് തിയേറ്ററിൽ ഓടുന്നത്, ഒരു 90-100 ദിവസം തിയേറ്ററിൽ ഓടി അതുപോലത്തെ സിനിമയാണ്. ഇപ്പൊ പറഞ്ഞ ആനന്ദവും അത് നമ്മൾ സംസാരിച്ചില്ല, കുറെ ഒരു 3-4 മാസം ഓടിയില്ലേ തിയേറ്ററിൽ. അപ്പോൾ ആ രീതിയിലായിരുന്നു നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തു. ഇൻഡസ്ട്രി ഹിറ്റ് ആയില്ലെങ്കിലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയില്ലെങ്കിലും കണ്ട ആൾക്കാർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, അത് അവർ ചിന്തിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ചെറിയ സമാധാനം, ഒരു സോളേസ് കിട്ടുന്നുണ്ടോ ആ സിനിമയിൽ നിന്ന്, അത് ഓക്കെ ആണെങ്കിൽ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പം ഈ ഒരുപാട് ഇപ്പം ആക്ടേഴ്സിനെ റെലവെന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു സംഗതി നിങ്ങൾ സിനിമയിലൂടെ റെലവെന്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പോസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടും ഓഡിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനിപ്പം ഐശ്വര്യലക്ഷ്മിനെ പോലെയുള്ളവർ ഒരു സ്റ്റേജിന് ശേഷം അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഇപ്പം മലയാളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ ബാക്കി ബോളിവുഡിലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതുണ്ട്. അപ്പം സെറിൻ ആക്ച്വലി എങ്ങനെയാ സോഷ്യൽ മീഡിയനെ വളരെ ആക്റ്റീവ് ആണെന്ന് തോന്നിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഫോട്ടോഷൂട്ട്സും പോസ്റ്റും ഒക്കെ ചെയ്യലുണ്ട്. എങ്ങനെയാ ടൂളിനെ യൂസ് ചെയ്യുന്നത്? എസ്പെഷ്യലി നിങ്ങളുടെ സിനിമയിലേക്ക് അത് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അത് ഇപ്പോ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാം വളരെ ഒരു ഇഫക്റ്റീവ് എന്താണ്, കുറേ പെട്ടെന്ന് റീച്ച് കിട്ടാനുള്ള ഒരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മീഡിയം ആണ് ഇൻസ്റ്റഗ്രാം. അപ്പോൾ എല്ലാവരും അതിലേക്ക് കയറുന്നത് വലിയ പ്രശ്നമൊന്നും ഇല്ല. ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ഹാവ് മോർ ഫൺ വിത്ത് ഇറ്റ്. ഇതിനെ അത്രയ്ക്കും സീരിയസ് ആയിട്ട് എടുക്കാതെ എനിക്ക്
എനിക്ക് എന്തുകൊണ്ട് 5 ലക്ഷം ഫോളോവേഴ്സ് കിട്ടുന്നില്ല, എനിക്ക് ഇത്രയും വ്യൂസ് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഓൺലൈൻ സംസാരിക്കുന്നത് അത് ചെറിയൊരു ബബിള് മാത്രമാണ്. അത് നമ്മുടെ സെയിം നമ്മുടെ അതേ രീതിയിൽ തന്നെ ചിന്തിക്കുകയും സംസാരിക്കുകയും നമ്മുടെ അതേ വൊക്കാബുലറി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ചിലപ്പോൾ എക്കോ ചേംബർ ആയിട്ട് തോന്നും. ആൻഡ് അത് ഓൺലൈൻ നടക്കുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മളൊരു 2-3 മണിക്കൂർ ഒരു ഡിസ്കഷൻ ത്രെഡിന്റെ ഭാഗമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് സത്യം, ഇതാണ് റിയാലിറ്റി. അപ്പോൾ അതിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് മാറി നിന്നാൽ മതി, ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് എ റിയാലിറ്റി ചെക്ക്. അത് മാത്രമേ എനിക്ക് എന്താണ് ഒരു മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ബുള്ളിങ്, ഓഫ് കോഴ്സ് സൈബർ ബുള്ളിങ് ഉണ്ട്. പിന്നെ ശരിക്കുള്ള റിയൽ ലൈഫിലും കുറെ ബുള്ളിങ് ഉണ്ടല്ലോ, നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ചെയ്യുന്ന കുറെ ബുള്ളിങ് ഇല്ലേ. അപ്പോ യു കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. അല്ല, ഇപ്പൊ ഈ ഇതിന്റെ പറഞ്ഞപ്പോൾ റിലേറ്റീവ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ എയർഫോഴ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളുടെ മകൾ എന്നുള്ള രീതിക്ക് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതിനകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ആദ്യം ഈ ആക്ട്രസ് പരിപാടിക്ക് വീട്ടിലും ബന്ധുജനങ്ങൾക്കിടയിലൊക്കെ ഓക്കെ ആയിരുന്നു അല്ലെങ്കിൽ പറയല്ലോ എനിക്ക് തോന്നുന്നു ഒരു ഇത് ആദ്യം ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ അത് എന്റെ പേരൻസിന് ഏറ്റവും വലിയ ഷോക്കായിരുന്നു ആ മൊമെന്റിൽ. ബിക്കോസ് അവർക്ക് എന്താണ് ഇൻഡസ്ട്രിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒരു കണക്ഷനും ഇല്ലാത്ത ഫാമിലിയാണ്. അപ്പൊ ഒരു ശരിക്കും പേടിച്ചു പോയി, എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സേഫ്റ്റി നെറ്റ് ആയിട്ട് നമുക്കൊന്നും തരാനില്ലല്ലോ എന്നൊരു പേടിയിൽ നിന്നാണ് അവരങ്ങനെ റിയാക്ട് ചെയ്തത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി എനിക്ക് ആ സമയത്തില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലാക്കി, അവര് ഏത് ഒരു മിഡിൽ ക്ലാസ് ഇന്ത്യൻ പേരന്റ് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവരും റിയാക്ട് ചെയ്തത്. ആൻഡ് ഐ കാൻ ബ്ലെയിം ദം ഫോർ ദാറ്റ്. പക്ഷെ ആ ഒരു വലിയൊരു ഷോക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ഇതാണ് ഏറ്റവും വലിയ ഷോക്ക്, ഇത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓക്കെയാണ്. സോ ഇറ്റ് വാസ് ഫൺ, നല്ലൊരു ജേർണിയാണ്. ഇപ്പം ഈ അടുത്താണ് ട്വിൻ സിസ്റ്ററിനെ പറ്റി പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഞെട്ടി അത് കേട്ടപ്പോയിട്ടുണ്ടെന്നുള്ളത്. ട്വിൻ സിസ്റ്റർ ഇത് പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു? ആള് മറ്റേ സൈനൊക്കെ ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു, ഇപ്പൊ അതിനൊരു ബുദ്ധിമുട്ടായി കാണില്ലേ? തിരിച്ചറിഞ്ഞല്ലോ. 1-2 തവണ നടന്നിട്ടുള്ളത് മനസ്സിലായി. ബട്ട് എന്റെ സിസ്റ്ററിന് ആക്ടിങ്ങിനോട് ഒരു താല്പര്യം ഇല്ല. അല്ല, സപ്പോർട്ട് ചെയ്തിരുന്നോ? സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ, ഞാൻ ആദ്യം ഈ കുറെ ഓഡിഷൻ, ഞാൻ അറ്റ് എ പോയിന്റ് എൻ്റെ ലൈഫിൽ ഒരു പോയിന്റിൽ ഞാൻ എല്ലാ ദിവസവും ഓഡിഷൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ബാക്കിയുള്ള ലൈൻസ് റീഡ് ചെയ്യാൻ യൂഷ്വലി എൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, എൻ്റെ കൂടെ അഭിനയിച്ച വേറെ കോ ആക്ടേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ലൈൻസ് വായിച്ചിട്ടുള്ള, സ്ക്രിപ്റ്റിലെ ലൈൻസ് വായിച്ചിട്ടുള്ള എൻ്റെ സിസ്റ്ററാണ്. അപ്പോ അവള് പല പല റോൾസ് ചെയ്തിട്ടുണ്ട്, പല ആക്സെന്റ്സും ജെൻഡർ എല്ലാം മാറി ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ആണുങ്ങളുടെ റോളായിരിക്കും, ഡയലോഗ്സ് ആയിരിക്കും അവള് വായിക്കുന്നത്. അപ്പോ ശരിക്കും ഞാൻ കുറെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ പേരിലൊക്കെ കുറച്ച് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഒരുപാട് സന്തോഷം. ഞാൻ കുറച്ച് നാളായിട്ട് സംസാരിക്കാൻ വിചാരിച്ചതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.